സാംസങ്ങിൻ്റെ ഗാലക്സി F62 എന്ന ഫോൺ ഒരുപാട് വ്യത്യസ്തമായി വന്നേക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 25,000 പ്രൈസ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അതും ആ ഒരു പ്രൈസ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഫോൺസിനകത്ത് മിക്കതിനകത്തും ഇപ്പോൾ ഒരു 5G സപ്പോർട്ട് വരുന്ന ഫോൺസായിട്ടാണ് വന്നേക്കുന്നത്. അത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് പ്രൊസസ്സർ ആയിരിക്കും. പക്ഷേ ഈ ഗാലക്സി F62 സാംസങ് ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 5G സപ്പോർട്ടൊന്നും തരുന്നതിന് പകരം പഴയ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ഉപയോഗിച്ചേക്കാണ്. അതും പഴയ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ട് 10 സീരീസിൽ വന്നേക്കുന്ന പ്രൊസസ്സർ തന്നെയാണ് ഈ ഫോണിനകത്ത് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ നോട്ട് 10 സീരീസ് എന്ന് പറയുമ്പോൾ നോട്ട് 10ൻ്റെ സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് അല്ല, അതിന് പകരം എക്സിനോസ് വേരിയൻറ്റിനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിനകത്ത് വന്നേക്കുന്ന പ്രൊസസ്സർ ഏതാണ്. അതായത് നമ്മുടെ ഗാലക്സി F62 ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് എക്സിനോസ് 9825 ആണ്. ഇതൊരു 7 നാനോമീറ്റർ പ്രൊസസ്സറാണ്, ഇതൊരു ഒക്ടോകോ പ്രൊസസ്സറാണ്. അത് മാത്രമല്ല ഇതിൻ്റെ GPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലി G76 ആണ്. അത് ഈ എക്സിനോസ് 9825 സ്നാപ്ഡ്രാഗണിൻ്റെ 700 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെക്കാട്ടിയും പവർ കുറച്ചും കൂടെ കൂടി നിൽക്കുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ ഗ്രാഫിക്സിനകത്ത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഫോൺ ഉപയോഗിച്ച സമയത്ത്, അതായത് ഈ ഗാലക്സി F62 6GB റാം വേരിയൻറ്റ് ഉപയോഗിച്ച സമയത്ത് എനിക്കിതിൻ്റെ പെർഫോമൻസിനകത്തോ അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസിനകത്തോ ഒരു കംപ്ലയിൻറ്റും പറയില്ല. നമ്മളിപ്പോൾ നോർമൽ ടാസ്ക് ചെയ്താലോ ഹെവി ടാസ്ക് ചെയ്താലോ ലാഗൊക്കെ വളരെ കുറവാണ്, നല്ല സ്മൂത്ത് ആയിട്ടാണ് എല്ലാം വർക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ഡിസ്പ്ലേക്കകത്ത് തന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 60 ഹെർട്സ് മാത്രമേ റിഫ്രഷ് റേറ്റ് ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും പെർഫോമൻസ് ഇഷ്യൂ വന്നിട്ടില്ലായിരുന്നു. അതായത് നമുക്കിപ്പം എന്ത് ടാസ്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഗെയിമിങ്ങിനകത്ത് തന്നെ നല്ല ഹെവിയായ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് തന്നെ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഫോൺ ചൂടാവുന്ന കാര്യം എടുത്താൽ പോലും ഫോൺ ഒരുപാട് ചൂടാവുന്നില്ലായിരുന്നു. അത് നമ്മൾ ചൂടായാൽ തന്നെ പെട്ടെന്ന് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാരണത്താൽ തന്നെ ഈ ഫോണിൻ്റെ കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസിൽ മികച്ചു നിൽക്കുന്ന ഒരു ഫോണാണ് ഈ ഗാലക്സി F62. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടിയും പ്രൈസ് കുറവിന് 800 സീരീസ് സ്നാപ്ഡ്രാഗൺ 800 സീരീസ് വരുന്ന ഫോൺസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ പ്രൈസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സർ കിട്ടുന്ന ഫോൺസും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് പറയാൻ പറ്റത്തില്ലെങ്കിലും സാംസങ്ങിൻ്റെ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പം സ്നാപ്ഡ്രാഗൻ്റെ 700 സീരീസ് വരുന്ന ഫോൺസുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും അതിനെക്കാട്ടിയൊക്കെ മികച്ച നിൽക്കുന്ന പെർഫോമൻസ് ആണ് ഈ ഗാലക്സി F62 തരുന്നത്. അത് ആ കാരണം കൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പായിട്ടുള്ള ഫാക്ടർ. അതായത് ഈ പ്രൊസസ്സർ തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഇഷ്ടമുണ്ട്, അതും സാംസങ്ങിൻ്റെ ഫോൺ തന്നെ വേണം. കാരണം സാംസങ്ങിൻ്റെ UI ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും. അത് UIയുടെ കാര്യം പറയാൻ നേരത്തെ ഇവിടെ വന്നേക്കുന്ന ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 11 ആണ്. അത് 1UI വേർഷൻ 3.1 ആണ്. പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ വരെ വന്ന് നിൽപ്പുണ്ട്. അതും അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് പറഞ്ഞേക്കുന്നത് ഈ ഫോണിന് 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ 3 വർഷത്തേക്ക് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കിട്ടും. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് കൊടുക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോൺ എന്ന് പറയുന്നത് നമുക്കൊരു 3-4 വർഷത്തേക്ക് കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ കൂടിയായി നിൽക്കും. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിനകത്ത് എല്ലാം ഒന്നും ഏറ്റവും പെർഫെക്റ്റ് അല്ല. കാരണം ഞാൻ ഉപയോഗിച്ച വേരിയൻറ്റ് 6GB റാം വരുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാകാം റാം മാനേജ്മെൻറ്റ് മോശമായിരുന്നു. അതായത് ഒരു 4 ആപ്പ് അല്ലെങ്കിൽ ഒരു 5 ആപ്പൊക്കെയാണ് മാക്സിമം മെമ്മറിയിൽ ഓപ്പൺ ആയി കിടക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും റീലോഡിങ് നടക്കുന്നുണ്ട്. പക്ഷേ റീലോഡിങ്ങിനകത്ത് തന്നെ സ്പീഡിനകത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ റീലോഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും റാം മാനേജ്മെൻറ്റ് ഈ 6GB റാം വേരിയൻറ്റിനകത്ത് കുറച്ച് മോശമാണ്. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 120GB സ്റ്റോറേജ് നമുക്ക് ഇന്റേണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. അതായത് നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് ഇട്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതും വേരിയൻ്റ് കാര്യം പറയുമ്പോഴത്തേക്കും 6GB റാമും 8GB റാമും വരുന്ന വേരിയൻസ് ആണുള്ളത്. അപ്പോൾ രണ്ടിനകത്തും സ്റ്റോറേജ് 120GB ഉള്ളൂ. അത് രണ്ടിൻ്റെ പ്രൈസിങ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ 24,000 ആണ് ബേസ് വേരിയൻറ്റും 26,000 ആണ് ഈ 8GB റാം വേരിയൻറ്റ്. അതായത് 2000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 8GB റാം വേരിയൻറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ലോങ് ടേം യൂസ് നോക്കാൻ നേരത്ത്. പിന്നെ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ കൂടെ എന്തൊക്കെ ആക്സസറീസ് കിട്ടുമെന്ന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൻ്റെ കൂടെ കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്സെറ്റ് കിട്ടത്തില്ല. അതിന് പകരം ചാർജിങ് ബ്രിക്കും ചാർജിങ് കേബിളും പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും മാത്രമേ കിട്ടൂ. അപ്പോൾ ചാർജിങ് ബ്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 25 വാട്ട് ബ്രിക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ 25 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ചാർജിങ് കേബിൾ എന്ന് പറഞ്ഞാൽ USB-C to USB-C കേബിളാണ്. അപ്പോൾ ഈ 25 വാട്ട് ഫാസ്റ്റ് ചാർജർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോൺ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ബാറ്ററി എന്ന് പറയുന്നത് നല്ല വലിയൊരു ബാറ്ററിയാണ്. 7000 mAh ബാറ്ററിയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്ക് അതും കൂടെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റും ബാറ്ററി ബാക്കപ്പിൻ്റെ രീതി പറയുമ്പം. പക്ഷേ ഈ ഫോണിൻ്റെ ബാറ്ററി ഇത്രയും വലുതായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചാർജർ 25 വാട്ട് ചാർജർ ആയതുകൊണ്ട് തന്നെ ഈ ബാറ്ററി ചാർജ് ചെയ്താൽ എടുക്കുന്ന സമയം നല്ല കൂടുതലാണ്. അതായത് നമുക്ക് 0% 100%ലേക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു 2 മണിക്കൂറിന് മുകളിൽ സമയം എടുക്കുന്നുണ്ടായിരുന്നു ചാർജ് ചെയ്ത് കിട്ടാൻ വേണ്ടി. അതായത് നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ചാർജ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ രാവിലെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജായി കിടക്കും. അത് ചാർജ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ബാറ്ററി ആയതുകൊണ്ട് ഒരു 8 മണിക്കൂർ റേഞ്ചിന് മുകളിലാണ് സ്ക്രീൻ ഓൺ ടൈം വരുന്നത്. അപ്പോൾ അതൊരു പെർഫെക്റ്റ് കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഫോണിനകത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് റിവേഴ്സ് ചാർജിങ് ഉണ്ട്. കേബിൾ വെച്ച് നമുക്ക് റിവേഴ്സ് ചാർജിങ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് വയർലെസ് ചാർജിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, കേബിൾ വെച്ച് റിവേഴ്സ് ചാർജിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഹൈലൈറ്റ് ഉണ്ട്. പിന്നെ ഈ ബാറ്ററിയുടെ കാര്യത്തിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു ആവറേജ് യൂസറോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഹെവി യൂസർ ആണെങ്കിൽ പോലും 2 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ബാറ്ററിയും പെർഫോമൻസും അതും പ്രൈസിംഗ് ഒക്കെ നോക്കാൻ നേരത്ത് ഈ ഒരു റേഞ്ചിനകത്ത് നല്ലോണം തന്നെ സാംസങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നുള്ള കാര്യത്തിനകത്ത് അങ്ങനെ ഭയങ്കര ഹൈപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ ഡിസൈൻ നോക്കാൻ നേരത്ത് ഡിസൈൻ ഒരു വ്യത്യസ്തമായ ഡിസൈൻ ആണെങ്കിൽ പോലും ഒരുപാട് കനം കൂടിയ ഫോണാണ്.
അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം വെച്ചാൽ കനം കൂടുതലും വെയിറ്റ് കൂടുതലും ഇത്രയും വലിയൊരു ബാറ്ററി വരുമ്പോൾ എന്തായാലും വരും. പക്ഷേ അതിലുള്ള കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നേരം ഈ ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെയിറ്റ് കാരണമാകാം. കാരണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു ബാലൻസ് ഉള്ളതാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതാകാം. കാരണം ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലുണ്ടെങ്കിലും വീതി ഭയങ്കര കൂടുതലല്ലായിരുന്നു. അപ്പോൾ കൈ പിടിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഫോൺ കയ്യിൽ നിന്ന് തെന്നിപ്പോണ ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ ബാക്ക് പോർഷൻ ഗ്ലോസ് ഫിനിഷ് ആണെങ്കിൽ പോലും അത് ഈ ബാക്കും സൈഡും എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. അത് ഈ പ്ലാസ്റ്റിക്കിനകത്ത് തന്നെ സാംസങ് ക്വാളിറ്റിക്കകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കാരണം ഞാൻ സാംസങ്ങിൻ്റെ ഗാലക്സി A72 ഉപയോഗിച്ച സമയത്ത് അതിനകത്ത് ക്വാളിറ്റിക്ക് ഒരു ചെറിയ പ്രശ്നം കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എവിടെയും വളയുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ല. അത് മാത്രമല്ല ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് ഡിസൈൻ എന്ന് പറയുന്നതും കുറച്ച് വ്യത്യസ്തമാണ്. അതായത് സാംസങ്ങിൻ്റെ ഗാലക്സി A സീരീസിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഡിസൈനാണ്. അത് നമ്മളിവിടെ ഉള്ള കളറിൻ്റെ പേര് ലേസർ ഗ്രീൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്രീൻ ടിൻറ്റ് പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മിറർ ഫിനിഷ് വരുന്നത്. അത് ഈ മിറർ ഫിനിഷ് എല്ലാത്തിനകത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറർ ഫിനിഷും പിന്നെ ഒരു ഗ്ലോസ് ടെക്സ്ചറും കൂടെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് അറിയുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഫോണിനകത്ത് പെട്ടെന്ന് സ്ക്രാച്ചും വീഴുന്നുണ്ട്. പക്ഷേ അത് സാംസങ്ങിൻ്റെ എല്ലാ പ്ലാസ്റ്റിക് ഫോൺസിലും വരുന്നൊരു കാര്യമാണ് ഈ സ്ക്രാച്ച് വീഴുന്ന കാര്യം. അതെനിക്ക് ഇതിൻ്റെ ഡിസൈനകത്ത് അങ്ങനെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്. പക്ഷേ അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ഓരോരുത്തരനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തരക്കേടില്ലാത്ത കണക്കാണ് തോന്നിയത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ക്യാമറ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് പോർഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരം ഒരു ഡിസൈനാണ്. അത് ഈ ഒരു സ്ക്വയർ പോർഷൻ കാണാൻ കൊള്ളാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കനം കൂടിയൊരു ഫോണായിട്ട് പോലും ഈ ബാക്ക് ക്യാമറ സെക്ഷൻ കുറച്ച് പുറത്തേക്കാണ് നിൽക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോർട്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ചാർജിങ് പോർട്ട് എന്ന് പറഞ്ഞാൽ USB-C ആണ്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഹൈലൈറ്റ് ആണ്. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബട്ടൺസിനെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ബട്ടൺസിൻ്റെ കാര്യം പറയാൻ നേരത്ത് നമുക്ക് പവർ ബട്ടണിനകത്താണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. ഇവിടുത്തെ അൺലോക്കിംഗ് മെത്തേഡ് ഫിംഗർ പ്രിൻറ്റ് അൺലോക്കാണ്. സാംസങ് ഈ ഫോണിനകത്ത് ഇങ്ങനെ ചെയ്ത കാര്യം കൊള്ളാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കുറച്ച് സ്ലോ ആണ്. പ്രത്യേകിച്ചും ഈ ഒരു ബഡ്ജറ്റ് വരുന്ന ഫോൺസിനകത്തുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സ്ലോ ആണ്. പിന്നെ അക്യുറസിയും കുറച്ച് മോശമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു സ്കാനറിനകത്ത് ഇല്ലായിരുന്നു. അക്യുറസി പെർഫെക്റ്റ് ആണ്. പിന്നെ അൺലോക്കിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് അല്ലെങ്കിൽ പോലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിനെ കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് വർക്ക് ആവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്കാനർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പവർ ബട്ടണിനകത്ത് നമുക്ക് നല്ല ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. അതായത് ഈ ഫോണിൻ്റെ ഡിസൈൻ്റെയും ബിൽഡ് ക്വാളിറ്റിയുടെയും കാര്യം പറയുമ്പോഴത്തേക്കും ഡിസൈൻ എന്ന് പറഞ്ഞാൽ സാംസങ് കുറച്ച് വ്യത്യസ്തമാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വെയിറ്റ് കൂടുതലും കനം കൂടി നിൽക്കുന്ന കാര്യം എനിക്ക് എപ്പോഴും മോശമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ കനം കുറഞ്ഞതും വെയിറ്റ് കുറഞ്ഞ ഫോണാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രശ്നം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് അങ്ങനെ മോശമായിട്ട് പറയാൻ പറ്റത്തില്ല. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ വരുന്ന ഫോൺസ് ഈ ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈപ്പ് ഇട്ട് പറയേണ്ട കാര്യമല്ല. പക്ഷേ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനകത്തായാലും അല്ലെങ്കിൽ ഏതൊരു ബഡ്ജറ്റിനകത്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ക്യാമറയാണ്. അത് നമ്മളിവിടെ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 4 ക്യാമറ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 4 ക്യാമറയും സാംസങ്ങിൻ്റെ ഗാലക്സി A71 അല്ലെങ്കിൽ M51 അതൊക്കെ ഉപയോഗിച്ച ക്യാമറ തന്നെയാണ്. അതായത് നമുക്ക് സെൻസേഴ്സ് എടുക്കുവാണെങ്കിൽ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ബാക്കിലത്തെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 64 മെഗാ പിക്സൽ f1.8 ആപ്പച്ചർ വരുന്നൊരു ക്യാമറയാണ്. പിന്നെ നമുക്കൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കിട്ടുന്നുണ്ട്. അതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. പിന്നെ അവസാനം നമുക്ക് 2 5 മെഗാ പിക്സൽ ക്യാമറയാണ് കിട്ടുന്നത്. അതിനകത്ത് ഒരെണ്ണം മാക്രോ ക്യാമറയും ഒരെണ്ണം ഡെപ്ത് സെൻസറുമാണ്. അത് നമ്മളിവിടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോ ക്വാളിറ്റിക്കകത്ത് നമുക്ക് M51 കാട്ടിയും അല്ലെങ്കിൽ A71 കാട്ടിയും ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇമേജ് പ്രോസസ്സിംഗ് മാറ്റമുണ്ട്. അത് ഈ പ്രൊസസ്സർ കാരണമാണ്, ഈ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊസസ്സർ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റിംഗോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ലൈറ്റിംഗിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഫോട്ടോസാണ് വരുന്നത്. നല്ല ഷാർപ്നെസ് ഉണ്ട്, ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ലോണം തന്നെ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് കളേഴ്സ് എടുത്താൽ തന്നെ അത്യാവശ്യം സാച്ചുറേഷൻ കൂടിയ കളേഴ്സാണ് കിട്ടുന്നത്. അതായത് എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് ഈ ഫോണിനകത്ത് മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൻ്റെ ഒപ്പം പോണില്ലെങ്കിൽ പോലും ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഈ ഒരു സെഗ്മെൻറ്റ് നോക്കാൻ നേരത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഫോട്ടോസാണ് ഈ മെയിൻ ക്യാമറ എടുക്കുന്നത് നല്ല ലൈറ്റിങ്ങിൽ എടുക്കുമ്പോൾ. പക്ഷേ നമ്മൾ ലൈറ്റ് കുറഞ്ഞൊരു സമയത്താണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ കുറച്ചും കൂടെ സോഫ്റ്റ് ആകുന്നുണ്ട്, ഗ്രെയിൻസ് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നൈറ്റ് മോഡ് ഇട്ട് എടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അത് മെയിൻ ക്യാമറയുടെ കാര്യമാണ്. കാരണം നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് പോകാൻ നേരത്ത് ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷനിൽ നല്ല മോശമായിരുന്നു. അത് നമുക്ക് ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഉള്ളപ്പോൾ മാത്രമാണ്. അപ്പോൾ നല്ല ലൈറ്റ് ഉള്ളപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെടുത്ത മാക്രോ ക്യാമറ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറവാണ്. കാരണം 5 മെഗാ പിക്സൽ സെൻസർ ആയതുകൊണ്ട്. അപ്പോൾ അതിലും എനിക്കിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്യാമറയ്ക്കകത്ത് ഫോട്ടോ എടുത്തിട്ട് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ നമ്മളെടുത്ത ബാക്ക് ക്യാമറയുടെ വീഡിയോ റെക്കോർഡിംഗ് നോക്കുവാണെങ്കിൽ 4K 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ. പക്ഷേ നമ്മൾ 1080p നോക്കിയപ്പോൾ പോലും അതിനകത്ത് 30 FPS വരെ പോകുന്നുള്ളൂ, 60 FPS സപ്പോർട്ട് കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതൊരു മോശമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനിവിടെ 4K 30 FPS വീഡിയോ എടുത്ത സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് നമുക്കിവിടെ വീഡിയോയുടെ ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ സ്റ്റെബിലൈസേഷൻ പെർഫെക്റ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ഫോക്കസിങ്ങും അത്യാവശ്യം സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഷാർപ്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോയ്ക്കകത്തും ആ ഒരു സാച്ചുറേഷൻ എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റിനകത്ത് കൊള്ളാം. പക്ഷേ നമുക്ക് 1080p 60 FPS കൂടെ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ അന്നേരം നമുക്കിവിടെ പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയേനെ. നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഒരു ഹോൾ പഞ്ച് ക്യാമറയാണ്. അതും ഈ ക്യാമറ എന്ന് പറയുന്നത് ഒരു 32 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. പക്ഷേ ഈ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇവിടുത്തെ പ്രോസസ്സിംഗ് ഒരുപാട് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല സോഫ്റ്റ് ആയിട്ടാണ് ഫോട്ടോ മൊത്തത്തിൽ നിൽക്കുന്നത്. അതിപ്പോൾ ഏത് ലൈറ്റിങ്ങിൽ എടുത്താലും അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ വീടിനകത്ത് നിന്ന് എടുത്താലോ വീടിൻ്റെ പുറത്തുനിന്ന് എടുത്താലോ അങ്ങനത്തെ
അങ്ങനത്തെ പ്രശ്നം കാണുന്നുണ്ടായിരുന്നു. അതിവിടുത്തെ പ്രോസസ്സിങ്ങിൻ്റെ ഇഷ്യൂ തന്നെ ആകാം, കാരണം നമുക്ക് A71 അല്ലെങ്കിൽ M51 ഇതിനെക്കാട്ടിയും ബെറ്ററായ സെൽഫീസാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഈ സെൽഫീസിനകത്തുണ്ട്. അത് ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോയ്ക്കകത്തും ആ ഒരു ഇഷ്യൂ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വീഡിയോ നിൽക്കുന്നത്. സ്റ്റെബിലൈസേഷൻ അധികം കുഴപ്പമില്ലെങ്കിലും ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എഫക്റ്റും പിന്നെ അതിനൊക്കെ തന്നെ പ്രോസസ്സിംഗ് കൂടിയൊരു എഫക്റ്റും വീഡിയോസിനകത്തും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഒരു മോശമായ കാര്യമാണ് ഈ ഗാലക്സി F62. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ക്യാമറയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും നല്ല ക്യാമറ എന്ന് പറയാൻ പറ്റുന്നത് ഇവിടുത്തെ മെയിൻ ക്യാമറ മാത്രമാണ്, ബാക്കിലത്തെ മെയിൻ ക്യാമറ മാത്രമാണ്. അത് ഫോട്ടോസിനും വീഡിയോസിനും നല്ലൊരു ക്യാമറ തന്നെയാണ്. പക്ഷെ അല്ലാതെ നോക്കാൻ നേരത്ത് ഈ ക്യാമറയ്ക്കകത്ത് അങ്ങനെ വലിയ പ്രത്യേകതകളൊന്നും കിട്ടുന്നില്ല. പ്രത്യേകിച്ചും ഫ്രണ്ട് ക്യാമറ മോശമായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് പോകാം. അതും ഫോണിൻ്റെ ഡിസ്പ്ലേസിനകത്ത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എപ്പോഴും നല്ല തന്നെയാണ്. അതും സാംസങ് മിക്ക ഫോൺസിനകത്ത് നല്ല ഡിസ്പ്ലേസ് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ഒരു AMOLED പാനലാണ്. അത് ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒക്കെ പെർഫെക്റ്റ് തന്നെയാണ്. ഇതൊരു 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ 1080p ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിക്സൽ ഡെൻസിറ്റി 393 ppi ആണ്. അത് ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്കാണ്, പെർഫെക്റ്റ് ക്വാളിറ്റി തന്നെയാണ്. ബ്ലാക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പായിട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല കളേഴ്സിനൊക്കെ നല്ല പഞ്ചുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വ്യൂയിങ് ആംഗിൾസിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. അത് നമുക്ക് എടുത്തു പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ പഞ്ച് നോക്കിയാലോ അല്ലെങ്കിൽ ബെസൽസ് ഒക്കെ നോക്കിയാൽ തന്നെ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബെസൽസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ ഒരു ഹൈലൈറ്റ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഇത്ര നല്ല ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മീഡിയ കാണുന്ന സമയത്ത്, അതായത് നമുക്ക് വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഡിസ്പ്ലേന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഡിസ്പ്ലേക്കകത്ത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിനകത്ത് മിക്ക ഫോൺസിനും 90 Hz അല്ലെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ അത് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയില്ലായിരുന്നു. കാരണം പെർഫോമൻസിനകത്ത് ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ടാകാം അങ്ങനെ സ്ലോ ആവുന്ന കാര്യം അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടില്ലായിരുന്നു. പക്ഷേ 120 Hz അല്ലെങ്കിൽ 90 Hz റിഫ്രഷ് റേറ്റ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടായിരുന്നു കാര്യങ്ങളെല്ലാം വർക്ക് ആവുന്നത്. പക്ഷേ ഇവിടുത്തെ ഡിസ്പ്ലേ ഇത്ര നല്ലതായിട്ട് പോലും സാംസങ് ഇവിടുത്തെ സ്പീക്കേഴ്സ് മോശമായിട്ടാണ് ചെയ്തേക്കുന്നത്. സ്പീക്കേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, സ്പീക്കറിനെ പറയാൻ പറ്റൂ. കാരണം ഈ അടി കാണുന്ന ഗ്രില്ല് മാത്രമാണ് സ്പീക്കർ. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. അതും ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ കൊള്ളാമെങ്കിൽ പോലും ഔട്ട്പുട്ട് കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീക്കർ വെച്ച് നമുക്ക് കണ്ടന്റ് കാണുന്ന സമയത്ത് നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇയർപീസിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. ഇയർപീസ് നല്ലൊരെണ്ണമാണ്. അതുകൊണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. വൈഫൈ വേർഷൻ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. പിന്നെ ഈ ഫോണിനകത്ത് NFC സപ്പോർട്ട് വരുന്നുണ്ട്. അതിനൊക്കെ ഇവിടെ എത്ര സിം ഇടാൻ പറ്റും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് 2 സിം ഇടാൻ പറ്റുന്നുണ്ട്. അത് രണ്ടും നാനോ സിം ആയിരിക്കണം. പക്ഷേ ഇവിടെ സിമ്മിൻ്റെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5G സപ്പോർട്ട് വരുന്നില്ല. അപ്പോൾ അത് ഈ ഫോൺ നമ്മൾ ഈ ബഡ്ജറ്റിലുള്ള ബാക്കിയുള്ള ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇപ്പോൾ ഒരു പോരായ്മയായിട്ട് തോന്നാൻ വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോൺസിനും 5G സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ആൻഡ്രോയിഡ് ഫോൺസ് ഈ ഒരു ബഡ്ജറ്റ് വരുന്ന എല്ലാത്തിനകത്തും 5G സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഫോണിനകത്ത് 5G സപ്പോർട്ട് ഇല്ല. പക്ഷേ ഇപ്പോൾ 5G എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും ഇനി ഒരു 2 വർഷം എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു 2 വർഷത്തേക്ക് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതാകാം സാംസങ് ഇവിടെ അങ്ങനെ ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ഈ പ്രൊസറിന് 5G സപ്പോർട്ട് ഇല്ല. അപ്പോൾ 5G നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ എന്തായാലും എടുക്കത്തില്ല. കാരണം വെച്ചാൽ 5G സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടും അതും ഈ ഒരു ബഡ്ജറ്റിനകത്ത് 5G സപ്പോർട്ട് വരുന്ന ഒരുപാട് ഫോൺസ് അവൈലബിളും ആണ്. പിന്നെ അവസാനമായിട്ട് ഈ ഫോണിന് വാട്ടർ റെസിസ്റ്റൻസ് എന്തെങ്കിലും കിട്ടുന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഈ ഫോണിൽ വരുന്നില്ല. അതായത് വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളൊരു ഫോണല്ല ഈ ഗാലക്സി F62 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അതെല്ലാം കണ്ടു കഴിയാൻ നേരത്ത് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ നോക്കുവാണെങ്കിൽ ഗാലക്സി A52 നിൽക്കുന്ന കണക്കാണ്. അത് ഈ ഫോണിൻ്റെ കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനുള്ള പ്രത്യേകത എന്തോ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലായി കാണണം ഇവിടുത്തെ പ്രൊസർ തന്നെയാണ് ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറയുന്നത്. അതൊരു പഴയ പ്രൊസറാണെങ്കിൽ പോലും അതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസർ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാറ്ററിയും ഏറ്റവും ഹൈപ്പായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു ബാറ്ററി ആയതുകൊണ്ട് പെർഫെക്റ്റ് ആയ ബാറ്ററി ബാക്കപ്പാണ് കിട്ടുന്നത്. അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ ഫോണിനെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനെ ഈ ഫോൺ അങ്ങനെ അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ടൊന്നും കിട്ടുന്നില്ല. ബാക്ക് ക്യാമറ, മെയിൻ ക്യാമറ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കൊള്ളാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ലൊരു ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഇതിനകത്ത് നല്ല ഡിസ്പ്ലേസ് തന്നെയാണ് ബാക്കിയുള്ള ഫോൺസിൽ ഇപ്പോൾ മിക്കതിനകത്തും വരുന്നത്. സാംസങ്ങിൻ്റെ ഫോൺസിനകത്ത് ബാക്കിയുള്ള ചില ഫോൺസിനകത്തൊക്കെ ഡിസ്പ്ലേക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ ഒരു ഹയർ റിഫ്രഷ് റേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് ഹൈപ്പായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കണം വേണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫോൺസ് ഇഷ്ടമാണ്, നിങ്ങൾ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതായത് നിങ്ങൾക്ക് ഗെയിമിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫോൺ തന്നെ വേണം. അത് നിങ്ങൾക്ക് ഒരുപാട് ബാറ്ററി വേണമെങ്കിൽ, പ്രത്യേകിച്ചും ഗെയിമിങ്ങിനൊക്കെയാണ് ബാറ്ററി കൂടുതൽ വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ നല്ലൊരു ഓപ്ഷനായി നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പെർഫോമൻസ് ഇഷ്യൂസ് വരത്തില്ല, അങ്ങനെ ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂസും വരത്തില്ല. പിന്നെ ഡിസ്പ്ലേക്ക് ഇത്ര നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നല്ലൊരു എൻജോയ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ച് ഈ സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ മാറ്റാനും പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഈ ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് നമുക്ക് സാംസങ്ങിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു ഗെയിമിംഗ് ഫോണാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.